നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഗോഷ്പദീകൃതപാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ നിലാത്മജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവഹ്നിം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയവിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുഗണേഭ്യ. സർവത്ര രാമനാമസങ്കീർത്തനം. രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 374 ഭാഗം ആണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുന്ദരകാണ്ഡത്തിലെ 9ാമത്തെ സർഗം ആണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. ഓരോ ദിവസവും ഓരോരോ സർഗം വീതം പാരായണം ചെയ്തുകൊണ്ടും അതിൻ്റെ കഥാഭാഗം അനുസ്മരിച്ചുകൊണ്ടും നടത്തുന്ന യജ്ഞത്തിൽ ഇപ്പോൾ സുന്ദരകാണ്ഡത്തിലെ 9ാമത്തെ സർഗം വരെ ആയി ചേർന്നിരിക്കുന്നു. രാവണൻ്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു ഹനുമാൻ എന്ന് പറയുകയാണ്. ഹനുമാനാണെങ്കിൽ ലങ്കയിലെത്തിയതിന് ശേഷം ഓരോരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടും അവിടുത്തെ തെരുവീഥികളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടും മനോഹരങ്ങളായ കെട്ടിടങ്ങൾ, ആർഭാടകമായിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ദുഃഖം ഹനുമാനെ അങ്ങനെ പിന്തുടരുന്നു. എന്തായാലും രാവണൻ്റെ അന്തഃപുരത്തിൽ ദേവി ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഗംഭീരമായിട്ടൊരു ശാല കണ്ടു എന്നാണ് രാവണൻ്റെ. അതിലുള്ള മനോഹരങ്ങളായിട്ടുള്ള സ്തൂപങ്ങൾ, അലങ്കാരങ്ങൾ, കൊത്തുപണികൾ ഇതെല്ലാം കണ്ട് നടന്നു ഹനുമാൻ. മാത്രമല്ല മതാലസുകളായിട്ട് സ്ത്രീകൾ നിറയെ ഉണ്ടായിരുന്നു അത്രേ ആ ശാലയിൽ. ധർമ്മപരമായിട്ടും അധർമ്മപരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണേണ്ടി വന്നു ഹനുമാന് എന്നൊക്കെ വർണ്ണിക്കുകയാണ്. സീതാദേവിയെ മാത്രം കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖം വീണ്ടും തുടരുകയാണ്. ഏതായാലും നവമസ്വർഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വാൽമീകി രാമായണേ സുന്ദരകാണ്ഡേ നവമസ്സർഗഃ. തസ്യാരേ വരിഷ്ഠസ്യ മധ്യേ വിപരമായതം തദർശ ഭവനശ്രേഷ്ഠം ഹനുമാൻ മാരുതാത്മജ. അർദ്ധയോജന വിസ്തീർണം ആയാതം യോജനം ഹിതൽ ഭവനം രാക്ഷസേന്ദ്രസ്യ ബഹുപ്രാസാദസങ്കുലം. മാർഗമാണസ്തു വൈദേഹീം സീതാം ആയതലോചനാം സർവതഃ പരിചക്രാമ ഹനുമാനരിസൂദന. ഉത്തമം രാക്ഷസാവാസം ഹനുമാൻ അവലോകയൻ ആസുസാദാഥലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം. ചതുർവിഷാണൈർദ്വിരതൈർ സ്ത്രീവിഷാണൈർ
തഥൈവ ച പരിക്ഷിപ്തമസംബാധം രക്ഷ്യമാണമുദായുധൈഃ രാക്ഷസീഭിശ്ച പത്നീഭിः രാവണस्य നിവേശനം ആഹൃതാഭിശ്ച വിക്രമ്യ രാജകന്യാഭിരാവൃതം തന്നക്രമകരാകീർണം തിമിംഗലശിഷാകുലം വായുവേഗസമാധൂതം പന്നകൈ ഇവ സാഗരം യാ ഹി വൈശ്രവണേ ലക്ഷ്മീ യാ ചേന്ദ്രേ ഹരിവാഹനേ സാ രാവണഗൃഹേ സർവാ നിത്യമേവാനപായിനി യാ ച രാജ്ഞകുബേരസ്യ യമസ്യ വരുണസ്യ ച താദൃശീ തദ്വിശിഷ്ടാ വാ ഋദ്ധി രക്ഷോ ഗൃഹേഷ്വിഹ തസ്യ ഹർമ്മ്യസ്യ മധ്യസ്ഥം ഭീഷ്മചാന്യൽ സുനിർമ്മിതം ബഹുനിര്യൂഹസങ്കീർണം ദദർശ പവനാത്മജ ബ്രഹ്മണോർത്ഥേ കൃതം ദിവ്യം ദിവി യദ്വിശ്വകർമ്മണ വിമാനം പുഷ്പകം നാമ സർവരത്നവിഭൂഷിതം പരേണ തപസാ ലേഭേ യത് കുബേരപിതാമഹാൽ കുബേരമോജസാ ജിത്വാ ലേഭേ തദ്രാക്ഷസൈശ്വര ഈഹാമൃഗസമായുക്തൈ കാർത്തസ്വരഹിരൺമയൈः സുഹൃതൈരാചിതം സംഭൈ പ്രദീപ്തമിവ ച ശ്രിയാം മേരുമന്ദരസങ്കാശൈർ ആലിഖൽഭി ഇവാംബരം കൂടാകാരൈ ശുഭാകാരൈ സർവതഃ സമലംകൃതം ജ്വലനാർക്കപ്രതീകാശം സുകൃതം വിശ്വകർമ്മണ ഹേമസോപാനസംയുക്തം ചാരുപ്രവരവേദികം ജാലവാതായനൈരുക്തം കാഞ്ചനൈ സ്ഫാടികൈരപി ഇന്ദ്രനീലമഹാനീലമണിപ്രവരവേദികം വിദ്രുമേണ വിചിത്രേണ മണിഭിശ്ച മഹാധനൈः നിസ്തുലാഭിശ്ച മുക്താഭിസ്തരേനാഭിവിരാജിതം ചന്ദനേന ച രക്തേന തവനീയനിഭേന ച സുഗുണ്യഗന്ധിനായുക്തമാദിത്യതരുണോപമം വിമാനം പുഷ്പകം ദിവ്യമാരുരോഹമഹാകപി തത്ര സദാഗന്ധം പാനഭക്ഷ്യാന്നസംഭവം ദിവ്യം സമൂർച്ഛിതം ജിഘ്രം രൂപവന്തമിവാനിലം സഗന്ധസ്ഥം മഹാസത്വം ബന്ധുമിവോത്തമം ഏവാം ഏഹിത്യുവാചേവാം തത്ര യത്ര ന രാവണ തതസ്താം പ്രസ്ഥിതശാലാം ദദർശ മഹതീം ശുഭാം രാവണസ്യ മനഃകാന്താം ശാന്താം ഇവ വരശ്രിയം മണിസോപാനവികൃതാം ഹേമജാലവിരാജിതാം സ്ഫാടികൈരാവൃതതരാം ദന്താന്തരിതരൂപികാം മുക്താഭിശ്ച പ്രവാളൈശ്ച രൂപ്യജാമീകരൈരപി വിഭൂഷിതാം മണിസ്തംഭൈः സുബഹുസ്തംഭഭൂഷിതാം സമൈർഋജുഭിരത്യുച്ചൈः സമന്താൽസു വിഭൂഷിതൈः സ്തംഭൈः പക്ഷൈരിവാത്യുച്ചൈർദിവം സംപ്രസ്ഥിതാമിവ മഹത്യാ കുഥയാസ്തീർണാം പൃഥ്വീലക്ഷണാങ്കയാം പൃഥ്വീമിവ വിസ്തീർണാം സരാഷ്ട്രഗൃഹമാലിനീം നാദിതാം മത്തവിഹഗൈർദിവ്യഗന്ധാധിവാസിതാം പരാധ്യാസ്തരണോപേതാം യക്ഷോധിപനിഷേവിതാം ധൂമാം ധൂമ്രാം അഗ്രരോധോപേന വിമലാം ഹംസപാണ്ഡുരാം ചിത്രാം പുഷ്പോപഹാരേണ കൽമാഷീമിവ സുപ്രഭാം മനഃസംഹ്ലാദജനനീം വർണ്ണസ്യാപി പ്രസാദിനീം താം ശോകനാശിനീം ദിവ്യാം ശ്രേയസ്സംജനനീം ഇവാം ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥൈശ്ച പഞ്ചപഞ്ചഭിരുത്തമൈ തർപ്പയാമാസമാദൈവ തദാ രാവണപാലിതാം സ്വർഗോയം ദേവലോകോയം ഇന്ദ്രസ്യേയം പുരീ ഭവേൽ സിദ്ധിർവേയം പരാഹി സ്യാത് ഇതി മന്യത മാരുതി പ്രധ്യായത ഇവാപശ്യൽ പ്രദീപാംസ്തത്ര കാഞ്ചനാൻ ധൂർത്താനിവ മഹാധൂർത്തൈർദേവേനേന പരാജിതാൻ ദീപാനാം ച പ്രകാശേന തേജസാ രാവണസ്യ ച അർച്ചിർഭിർഭൂഷണാനാം ച പ്രദീപ്തേവാഭ്യമന്യതാം തതോ പശ്യൽ കുഥാസീനം നാനാവർണാംബരസ്രജം സഹസ്രം വരനാരീണാം നാനാവേഷവിഭൂഷിതം പരിവൃത്തേർധരാത്രേ തു
പാനനിദ്രാവശങ്കതം ക്രീഡിത്വോപരതം രാത്രौ പ്രസുപ്തം ബലവത്തതാം തൽപ്രസുപ്തം വിരുരുജേ നിശബ്ദാന്തരഭൂഷണം നിശബ്ദഹംസഭ്രമരം യഥാ പദ്മവനം മഹൽ താസാം സംവൃതദന്താനി മീലിതാക്ഷാണി മാരുതി അപശ്യൽ പദ്മഗന്ധീനി വദനാനി സുയോഷിതാം പ്രബുദ്ധാനീവ പദ്മാനി താസാം ഭൂത്വാ ക്ഷമാക്ഷയേ പുനഃസംവൃതപത്രാണി രാത്രാവിവഭൂസ്തദാ ഇമാനി മുഖപദ്മാനി നിയതം മത്തഷഡ്പദ അംബുജാനീവ ഫുല്ലാനി പ്രാർത്ഥയന്തി പുനഃ പുനഃ ഇതി സാമന്യത ശ്രീമാൻ ഉപപത്യ മഹാകവി മേനേഹി ഗുണദസ്സാനി സമാനി സലിലോത്ഭവൈഃ സാ തസ്യ ശിശുഭേശാലാം താഭി ശ്രീഭിർവിരാജിതാം ശാരദീവ പ്രസന്നാദ്യൗ താരാഭി അഭിശോഭിതാം സചതാഭി പരിവൃതാ ശിശുഭേ രാക്ഷസാധിപാം യഥാ ഹ്യുടുപതി ശ്രീമാം താരാഭിരഭിസംവൃതാം യാശ്യവന്ദേമ്പരാധാരാ പുണ്യശേഷ സമാവൃതാഃ യമാസ്താ സംഗതാ കൃഷ്ണ ഇതി മേനേ ഹരിസദാ താരാണാം ഇവ സുവ്യക്തം മഹതീനാം ശുഭാർച്ചിഷാം പ്രഭാവർണപ്രസാദാശ്ച വിരേജുസ്തത്രയോഷിതാം വ്യാവൃത്തകജപീനസ്രക് പ്രകീർണവരഭൂഷണ വ്യാവൃത്തകജപീനസ്രക് പ്രകീർണവരഭൂഷണാഃ പാനവ്യായാമകാലേഷു നിദ്രാപഹൃതചേതസാം വ്യാവൃത്തതിലകാശിൽ ഉദ്ഭ്രാന്തനൂപുരാം പാർശ്വേ ഗടിതകാഹാരാശ്ച കാശിൽ പരമയോഷിതാം മുക്താഹാരവൃതാശ്ചാന്യാം കാശിൽ വിസ്രസ്തവാസസാം വ്യാവിദ്ധരചനാദാമാ കിശോര്യ ഇവ സംവാഹിതാം അകുണ്ടലധരാശ്ചാന്യാ വൃച്ഛിന്നമൃദിതസ്രജാം ഗജേന്ദ്രമൃദിതാഭുല്ലാലതാ ഇവ മഹാവനേ ചന്ദ്രാംശുകിരണാഭാശ്ച ഹാരാകാസാംശിൽ ഉൽക്കടാഃ ഹംസാ ഇവ ബഭു സുപ്താം സ്തനമധ്യേഷു യോഷിതാം അപരാസാം ച വൈഡൂര്യാം കാദംബ ഇവ പക്ഷിണ ഹേമസൂത്രാണി ചാന്യാസാം ചക്രവാകാ ഇവാഭവൻ ഹംസകാരണ്ഡവാകീർണാശ്ചക്രവാകോപശോഭിതാം ആപഗാ ഇവ താരേ ജഘനൈ പുലിനേരിവാം കിങ്കിണീജാലസങ്കാശാസ്താ ഹേമവിപുലാം ഭുജാം ഭാവഗ്രാഹായ ശസ്തീരാം സുപ്താ നദ്യൈവാം ഇവാ ബഭൂ മൃദുഷ്യങ്കേഷു കാസാംശിൽ കുജാഗ്രേഷു ച സംസ്ഥിതാം ബഭൂവുർഭൂഷണാനീവ ശുഭാം ഭൂഷണരാജയാം അംശുകാന്താശകം കാസാംശിൽ കാസാംചിന്മുഖമാരുതകമ്പിതാം ഉപര്യുപരിവക്ത്രാണാം വ്യാധൂയന്തേ പുനഃ പുനഃ താപതാകായവോദ്ധൂതാപത്നീനാം രുചിരപ്രഭാം നാനാവർണാസുവർണാനാം വക്രമൂലേഷു രേജിരേ വൽഗുശ്ചാത്രകം കാസാംശിൽ കുണ്ടലാനി ശുഭാർച്ചിഷാം മുഖമാരുതസമ്പർക്കാൽ മന്ദം മന്ദം സുയോഷിതാം ശർക്കരാസവഗന്ധൈശ്ച പ്രകൃത്യാ സുരഭിസുഖാം താസാം വദനനിശ്വാസാം ശിഷേവേ രാവണം തദാ രാവണാനശങ്കാശ്ച കാശിൽ രാവണയോഷിതാം മുഖാനി സ്മ സപത്നീനാം ഉപാജിഘ്രൻ പുനഃ പുനഃ അത്യർത്ഥം സക്തമനസോ രാവണേതാവരശ്രിയാം അസ്വതന്ത്രാവസപത്നീനാം പ്രേമേവാചരം സദാ ബഹൂനുപനിധായാന്യാം പരിഹാരവിഭൂഷിതാൻ അംശുകാനി ച രമ്യാണി പ്രമദാസ്തത്ര ശിശ്വിരേ അന്യാ വക്ഷസി ചാന്യസ്യ കാശിൽ പുനർഭുജം അപരാത്വംഗമന്യസ്യ തസ്യാപ്യപരാഭുജൗ ഊരുപാർശ്വകടീപൃഷ്ടമന്യോന്യസ്യ സമാശ്രിതാഃ പരസ്പരനിവിഷ്ടാംഗ്യോ മദസ്നേഹവശാനുഗാം
അന്യോന്യസ്യാംഗസംസ്പർശാൽ പ്രിയമാണ സുമധ്യമാഹ ഏകീകൃതഭുജാ സർവാസു പുഷ്പസ്തയോഷിതാം അന്യോന്യഭുജസൂത്രേണ ശ്രീമാല ഗ്രഥിത ഹി സാ മാലേവ ഗ്രഥിത സൂത്രേ ശിശുഭേ മത്തഷഡ്പദം ലതാനാം മാധവേ മാസി ഫുല്ലാനാം വായുസേവനാൽ അന്യോന്യമാലാഗ്രഥിതം സംസക്തകുസുമോച്ചയം വ്യതിവേഷ്ടിത സുസ്കന്ധമന്യോന്യഭ്രമരാകുലം ആസീത് വനമിവോദ്ധൂതം ശ്രീവനം രാവണസ്യ തൽ ഉചിതേഷ്വ്യക്തം നത്രാസാം യോഷിതാം തദ് വിവേകശക്യാധാതം ഭൂഷണാംഗാംബരാസൃജാം രാവണേ സുഖസംവിഷ്ടേ താസ്ത്രിയോ വിവിധപ്രഭാം ജ്വലന്തകാഞ്ചനാദീപാ പ്രേക്ഷന്താ നിമിഷാ ഇവ രാജർഷിപിതദൈത്യാനാം ഗന്ധർവാണാം ച യോഷിതാം രാക്ഷസാനാം ച യാ കന്യാസ്തസ്യ കാമോശം ഗതാം യുദ്ധകാമേന താ സർവാ രാവണേന ഹൃതാ ശ്രിയാം സമതാമദനേനൈവ മോഹിതാ കാശിതാ ഗതാഹം ന തത്ര കാശിൽ പ്രമദാ പ്രസഹ്യാം വീര്യോപമന്യേന ഗുണേന ലബ്ധാം ന ചാന്യകാമാപി ചാന്യപൂർവാം വിനാവരാർഹ ജനകാത്മജാം താം ന ചാകുലീനാ ന ച ഹീനരൂപ ന ദക്ഷിണാ നാനുപചാരയുക്താം ഭാര്യാഭവത്തസ്യ ച ന ഹീനസത്വാം ന ചാപ്യകാന്തസ്യ ന കാമനീയാം ബഭൂവ ബുദ്ധിസ്തു ഹരീശ്വരസ്യ യതീദൃശീ രാഘവധർമ്മപത്നി ഇമാ യഥാ രാക്ഷസരാജഭാര്യ സുജാതമാസ്യേതി ഹി സാധുബുദ്ധേ പുനശ്ച സോ ചിന്തയഥാർത്ഥരൂപോ ധ്രുവം വിശിഷ്ടാ ഗുണതോ ഹി സീതാം അഥായമസ്യം കൃതവാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യകർമാം ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയാദികാവ്യേ ചതുർവിംശതിസഹസ്രകായാം സംഹിതായാം സുന്ദരകാണ്ഡേ സങ്കുലാന്തഃപുരം നാമ നവമസർഗം സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമ. ഹനുമാൻ പുഷ്പവിമാനമൊക്കെ കണ്ട് ആസ്വദിച്ച് അത്ഭുതപ്പെട്ട് അങ്ങനെ ആ വലിയ രാജഭവനത്തിൽ രാവണൻ്റെ കെട്ടിടത്തിൽ ഒന്നാം തരം ഒരു ശാല കണ്ടു എന്നാണ്. വളരെ നീളമുള്ള വലുപ്പമുള്ള ഒരു അരയോജന വീതിയും 1 യോജന നീളവും ഉണ്ട് അത്ര ആ ശാലയ്ക്ക്. അത് അത്ഭുതത്തോട് നോക്കി നിന്നു ഹനുമാൻ. അനേകം മേന്മകളോട് കൂടിയതാണ് ആ രാക്ഷസൻ്റെ മണിസൗധം എന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ മനോഹാരിത വർണ്ണിക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ അധ്യായത്തിൽ. ആ ശാലയിൽ എന്തെല്ലാം കണ്ടു ഹനുമാൻ എന്നെല്ലാം. വിശാലലോചനയായിട്ടുള്ള ജാനകിയെ അന്വേഷിക്കുന്ന ഹനുമാൻ അങ്ങനെ ആ രാവണൻ്റെ അന്തഃപുരത്തിലേക്ക് എത്തി. ചുറ്റുപാടും അതിശക്തന്മാരായിട്ടുള്ള അസുരന്മാർ കാവൽ നിൽക്കുന്നു. 4 കൊമ്പനാനകൾ, 3 കൊമ്പുള്ള ഗജേന്ദ്രന്മാർ, എങ്ങനെ പലതരത്തിലുള്ള ഗജങ്ങൾ, ആനകളെ ആന സൈന്യം എന്നൊക്കെ പറയാം, 2-3 നിരയായിട്ട് കാവൽ നിൽക്കുന്നത് കണ്ടു. ഈ രാവണാന്തപുരത്തിന് മുതലകൾ, മത്സ്യങ്ങൾ, മകരങ്ങൾ, തിമിംഗലങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ട അലയടികളെ കൊണ്ട് ആർത്തിരമ്പുന്ന സാഗരം പോലെ അങ്ങനെയായിരുന്നു ഇത്ര അന്തപുരത്തിലെ അവസ്ഥ. ധാരാളം ശബ്ദകോലാഹലങ്ങളാൽ നിറഞ്ഞതായിരുന്നു അന്തപുരം. പത്നിമാരായിട്ടുള്ള രാക്ഷസികൾ മാത്രമല്ല, രാവണൻ തൻ്റെ കൈ കരുത്തത്തിനാൽ പിടിച്ചുകൊണ്ടുവന്ന രാജസ്ത്രീകൾ, രാജസുന്ദരികൾ ഒക്കെ നിറഞ്ഞതാണ് ആ അന്തപുരം എന്നെല്ലാം വർണ്ണിക്കുന്നു. ലങ്കയിൽ അതുപോലെ തന്നെ ഇല്ലാത്ത വസ്തുക്കളില്ല എന്ന് തന്നെ പറയാം. എല്ലാം ഉള്ളതാണ്. കുബേരൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, ഏതെല്ലാം ഐശ്വര്യങ്ങളുണ്ടോ അവർക്കൊക്കെ എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ടോ അതെല്ലാം യാതൊരു കുറവില്ലാതെ രാവണൻ്റെ അധീനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് രാവണൻ എന്ന് പറയുന്നത്. അവരൊക്കെ ആക്രമിച്ച് കീഴടക്കി ഓരോരോ സന്ദർഭത്തിൽ അവരിൽ നിന്നും അവരുടെ വസ്തുക്കളെല്ലാം കവർന്നെടുത്തുകൊണ്ട് വന്ന് തൻ്റെ കൊട്ടാരത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട് രാവണൻ. യാഹി വൈശ്രവണേ ലക്ഷ്മി യാച ഇന്ദ്രേ ഹരിവാഹനേ സാ രാവണഗൃഹേ സർവ നിത്യമേവാനപായിനി.
രാവണൻ്റെ ഗൃഹത്തിൽ ഇത്തരം വസ്തുക്കൾ വൈശ്രവണൻ്റെ ഗൃഹത്തിലുള്ളതും ഇന്ദ്രനും ചന്ദ്രനും അവരുടെയൊക്കെ സ്വന്തമായിട്ടുള്ള വസ്തുക്കളെല്ലാം പലതും അവരുടെ ധനവും അവരുടെ ഐശ്വര്യ വസ്തുക്കളെല്ലാം കവർന്നു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തൻ്റെ ഗൃഹത്തിൽ. ദിക്പാലകന്മാരായിട്ടുള്ള വൈശ്രവണൻ, അന്തകൻ, വരുണൻ, അവർക്കൊക്കെ എത്രമാത്രം ധനമുണ്ടോ അത്രയ്ക്ക് അല്ലെങ്കിൽ അതിലധികമോ സ്വത്ത് രാവണനുണ്ട് എന്ന് പറയാം. അതെല്ലാം അനവധി ഗജേന്ദ്രന്മാർ, പലതരം ഗജേന്ദ്രന്മാർ, 4 കൊമ്പുകളുള്ളത്, 3 കൊമ്പുകളുള്ള ഗജേന്ദ്രന്മാർ പരിരക്ഷ ചെയ്തുകൊണ്ട് ആ ഉത്തമ മന്ദിരം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഹനുമാൻ കണ്ടു എന്ന് പറയുകയാണ്. ഈ പുഷ്പക വിമാനം ആദ്യം പറഞ്ഞല്ലോ, വിശ്വകർമാവ് സർവരത്നം വിഭൂഷിതയായിട്ടുള്ള വിമാനം നിർമ്മിച്ചു കൊടുത്തതാണ് രാവണന് വേണ്ടിയിട്ട്. രാവണൻ അത് തൻ്റെ ഉഗ്ര തപസ് കൊണ്ട് ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി സമ്പാദിച്ചതാണ് ആ വിമാനത്തെ. ശരിക്കത് വൈശ്രവണൻ സമ്പാദിച്ചതാണ് അത്രേ. വൈശ്രവണൻ ഉഗ്രമായ തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കിയിട്ട് സമ്പാദിച്ച വിമാനമാണ് പുഷ്പക വിമാനം. അതിനെ രാക്ഷസൻ യുദ്ധം ചെയ്ത് തൻ്റെ കയ്യൂക്ക് കൊണ്ട് കുബേരനെ തോൽപ്പിച്ച് അത് കീഴടക്കിയതാണ് എന്ന് പറയുന്നു. പറയണ തപസാ ലേഭേ യൽ കുബേര പിതാമഹാൽ കുബേര മോജസാജിത്വ ലേഭേ തദ് രാക്ഷസേശ്വര. കുബേരനെ തൻ്റെ കഴിവ് കൊണ്ട്, ഓജസ് കൊണ്ട് ജയിച്ചിട്ട് ആ രാക്ഷസേശ്വരൻ സമ്പാദിച്ചതാണ് പുഷ്പക വിമാനം. ആ വിമാനത്തിൻ്റെ സ്വർണ്ണ തൂണുകളിലൊക്കെ അനവധി കൊത്തുപണികളുണ്ടാക്കുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ വായിച്ചുവല്ലോ. അതിഭംഗിയായിട്ടുള്ള ചെന്നായ്ക്കളുടെ ചിത്രങ്ങൾ, മേരു, മന്ദരം മുതലായിട്ടുള്ള ഗിരിശൃംഗങ്ങളെപ്പോലെ ആകാശത്ത് സ്പർശം ചെയ്യുന്ന അത്യുന്നതമായിട്ടുള്ള ഭവനങ്ങൾ, അതെല്ലാം അതിൻ്റെ എല്ലാം കൊത്തുപണികൾ നിറച്ചു വെച്ചുകൊണ്ട് ലക്ഷണങ്ങളെല്ലാം ഒത്തുകൊണ്ട് എല്ലാ അലങ്കാരങ്ങളോടുകൂടിയും വിരാജിക്കുന്ന പുഷ്പക വിമാനം. അഗ്നി പോലെയോ അല്ലെങ്കിൽ ആദിത്യനെ പോലെയോ വെട്ടിത്തിളങ്ങുന്ന ആ പുഷ്പക വിമാനം അത് വിശ്വകർമാവ് ഭംഗിയിൽ നിർമ്മിച്ചതാണത്രേ. മാത്രമല്ല വിശ്വകർമാവ് ആണത്രേ ഈ ശാലയും പണിതു കൊടുത്തത്. ഈ വലിയ ശാല, തങ്കപ്പടികളോടുകൂടിയ വരാന്തകളുള്ള ആ ഭവനം, അനവധി കൊത്തുപടികൾ, സ്ഫടികം, സ്വർണം മുതലായവയാൽ നിർമ്മിച്ച ചെറുതും വലുതുമായിട്ടുള്ള വാതായനങ്ങൾ, ഇന്ദ്രനീലം, മഹാനീലം തുടങ്ങിയ പതിച്ച വരാന്തകൾ, അതിവിശാലമായിരുന്നു ആ ശാലയുടെ ആകർഷക വസ്തുക്കളുടെ അവസ്ഥ. ജാലമാതായനൈ യുക്തം കാഞ്ചനൈ സ്ഫാടികൈരപി ഇന്ദ്രനീല മഹാനീലമണി പ്രവരവീതികം. വാതായനങ്ങൾ, ഇന്ദ്രനീലം, മഹാനീലം മുതലായിട്ടുള്ള രത്നങ്ങൾ പതിച്ച വരാന്തകൾ, വിചിത്രങ്ങളായിട്ടുള്ള പവിഴം മുതലായ രത്നങ്ങളെ കൊണ്ട് ഭംഗിയുള്ള തൂണുകളാൽ പ്രശോഭിക്കുന്ന മുറ്റങ്ങൾ, രക്തചന്ദനം, ഉത്തമചന്ദനം മുതലായവയുടെ നറുമണം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആ ശാലയിൽ. ശ്രേഷ്ഠരൂപത്തിലുള്ള പല പല വരാന്തകളാൽ ആവൃതമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പുഷ്പക വിമാനത്തിൽ അങ്ങനെ ഹനുമാൻ ചെന്ന് കയറി എന്നൊക്കെ പറയാണ്. അവിടെ ആ ശാലയ്ക്കുള്ളിൽ ഭക്ഷണപദാർത്ഥങ്ങളുടെയൊക്കെ ദിവ്യമായിട്ടുള്ള ഗന്ധം, ദിവ്യപരിമളം ഉയർന്നു വരുന്നു. ധാരാളം ഭക്ഷണ വസ്തുക്കളുടെ ഒരു ഗന്ധം ഉണ്ടായി എന്ന് പറയാണ്. വിമാനം പുഷ്പകം ദിവ്യം ആരുരോഹ മഹാകവി തത്രസ്ഥ സദാഗന്ധം പാനഭക്ഷ്യാന്ന സംഭവം. കുടിക്കാനും കഴിക്കാനുമുള്ള ഭക്ഷണ വസ്തുക്കളുടെയൊക്കെ നല്ല ഗന്ധം അവിടെ നിറഞ്ഞു നിന്നു. അതിനെ, നല്ല ഗന്ധത്തെ ആഘ്രാണിച്ചുകൊണ്ട് ഹനുമാൻ അതിനെ ആസ്വദിച്ചു എന്ന് പറയാം.
ആ ഗന്ധം ഹനുമാനോട് പറയുന്ന പോലെ തോന്നി എന്ന് പറയാണ്. ഹനുമാന് തോന്നി എന്ന് പറയാം. എന്താണ് ഗന്ധം പറയണത്? വരൂ വരൂ, രാവണൻ വസിക്കുന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നും എന്നർത്ഥം. രാക്ഷസേശ്വരനായ രാവണൻ്റെ സ്വന്തം പത്നിയെപ്പോലെ ആ മഹാശാല പ്രശോഭിച്ചു എന്നൊക്കെ പറയുന്നത്. സുന്ദരമാണ് ആ മഹാശാലയുടെ അവസ്ഥ എന്ന് കാണിക്കുകയാണ്. രാവണൻ്റെ പത്നി പോലെ പ്രശോഭിക്കാനുള്ള സൗന്ദര്യമുള്ളതാണ് ആ മഹാശാല. ഇത് ഏഹീത്യുവാചേവാം തത്ര യത്ര നസ്വരാവണ തതസ്സാം പ്രസിദ്ധശാലാം ദദർശ മഹതീം ശുഭാം. അങ്ങനെ മഹത്തായിട്ടുള്ള ആ ശാലയെ കണ്ടുകൊണ്ട് ഹനുമാൻ വളരെയധികം ആസ്വദിച്ചു. തന്നെ ക്ഷണിച്ചു വരുത്തുന്ന പോലെ, ഉള്ളിലേക്ക് വരൂ, അവിടെ നിൽക്കണ്ട, പുറത്ത് നിൽക്കണ്ട, ഉള്ളിലേക്ക് വരാം എന്ന് ക്ഷണിച്ചു വരുത്തുന്ന പോലെ തോന്നി ആ വായുപുത്രന്. എല്ലാ സ്ഥലത്തും നടന്നു നോക്കിയിത്രേ ഹനുമാൻ. അവിടെ മഹാരത്നങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോണികൾ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. നിലത്തൊക്കെ പളുങ്കിൻ്റെ മണികളാണ് അത്രേ പതിച്ചിരിക്കുന്നത്. കലാഭംഗിയോടുകൂടി ഉള്ള പലതരം രൂപങ്ങളും അവിടെ ആനക്കൊമ്പുകളൊക്കെ പതിച്ചു വച്ചിരിക്കുന്നു. പവിഴം, മുത്ത്, സ്വർണം, വെള്ളി മുതലായ കൊണ്ട് അസാമാന്യ ഭംഗിയിലുണ്ടാക്കിയിട്ടുള്ള അനേകം മണിമുത്തുകൾ, ഇങ്ങനെ ധാരാളം മോടി പിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു ആ മന്ദിരം എന്നർത്ഥം. ഒരേപോലെയുള്ള അനവധി തൂണുകൾ നാലുപുറവും നിരനിൽക്കുന്നത് കാണാം. അവയൊക്കെ കണ്ടാൽ ചിറക് പരത്തി നിൽക്കുന്ന പക്ഷികൾ സ്വർഗത്തിലേക്ക് പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുത്രേ. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കമ്പിളി നിലത്ത് വിരിച്ചിരിക്കുന്നു. സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ ആ രാജഭവനം മൊത്തം നോക്കുകയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഭൂമി പോലെയാണ് തോന്നുന്നത് എന്ന് പറയാണ്. മധുമത്തരായിട്ടുള്ള പക്ഷി സമൂഹങ്ങളുടെ കളകള ഗാനം അവിടെ കേൾക്കാം. സർവത്ര ദിവ്യമായിട്ടുള്ള സുഗന്ധം വ്യാപിച്ചിരിക്കുന്നു. മേത്തരം മേൽവിരിപ്പ് അതുല്യമായിട്ടുള്ള ആ സുരേന്ദ്രാലയത്തിൽ സ്വച്ഛവും വെണ്മയും നിറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള സുഗന്ധം, അഖില ചന്ദ്ര മുതലായവയുടെ നിർമ്മലമായിട്ടുള്ള ഗന്ധം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. വിവിധമായ വർണ്ണങ്ങളിലുള്ള പുഷ്പചാർത്തുകളാൽ വിചിത്രമായിട്ടുള്ള ആ സ്ഥലം കാമധേനുവിനെ പോലെ ശോഭയാർന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ്. വർണ്ണോജ്വലമായിട്ടുള്ള ആ സ്ഥലത്തെത്തിയാൽ ആകപ്പാടൊരു സുഖം തോന്നും, ഉൾത്തണുപ്പ് അനുഭവപ്പെടും എന്ന് പറയാണ്. എല്ലാവിധ ദുഃഖങ്ങൾ അകന്നുപോകും. ഉത്തമങ്ങളല്ലാത്ത യാതൊരു വസ്തുവും അവിടെ കാണാനില്ല. ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ട് എല്ലാവിധ ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും തണുപ്പിക്കുന്ന വിധത്തിലുള്ള അനുഭവം ആ രാവണൻ്റെ സ്വർഗതുല്യമായിട്ടുള്ള ആ ഗൃഹത്തിൽ അനുഭവപ്പെട്ടു എന്നെല്ലാം വർണ്ണിക്കുന്നു. അത്രയും ഗംഭീരമാണ് ആ മഹാശാല എന്ന് വർണ്ണിക്കുകയാണ്. താം ശോകനാശിനിയും ദിവ്യാം, എല്ലാവിധത്തിലുള്ള ശോകവും ദുഃഖവും ആ ശാലയ്ക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇല്ലാതായിത്തീരും. ശ്രിയസംജനനീയമിവ, ശ്രീത്വം ജനിപ്പിക്കുന്ന അന്തരീക്ഷം. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥൈശ്ച പഞ്ചഭിരുത്തമായി, പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ വളരെയധികം ആകർഷണം, തണുപ്പ്, സ്വസ്ഥത പകർന്നു കൊടുക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളാണ് അവിടെ അനുഭവിക്കാനായിട്ട് ഉണ്ടായത്. അതാണ് സ്വർഗം എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അത്രേ രാവണൻ്റെ നിർമ്മിതി, ആ ശാലയുടെ നിർമ്മിതി. ഇന്ദ്രൻ്റെ അമരാവതി പോലെ തന്നെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതായിരുന്നു. അത്ഭുത സിദ്ധികളുള്ള ബ്രഹ്മസ്ഥാനം പോലെ തന്നെ എന്ന് നമുക്ക് പറയാം ആ രാവണൻ്റെ ശാല കണ്ടാൽ. തർപ്പയാമാസ മാതേവ തഥാ രാവണപാലിത, രാവണനാൽ പരിപാലിക്കപ്പെട്ട ആ മഹാശാല സ്വർഗോയം ദേവലോകോയം ഇന്ദ്രസ്യേയം പുരീ ഭവേൽ,
സ്വർഗത്തിനെ പോലെ, ദേവലോകത്തെ പോലെ, ഇന്ദ്രപുരിയെ പോലെ ആയിത്തീർന്നു. അത്രയും ശ്രേഷ്ഠമായിരുന്നു എന്നെല്ലാം വർണ്ണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു മാരുതി എന്ന് പറയാണ്. മാരുതിയുടെ ചിന്തകളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. സുഹൃത്തന്മാരായിട്ടുള്ള ചൂത് കളിക്കുന്നവർ, അങ്ങനത്തെ അനവധി ആൾക്കാർ, പലതരം രാക്ഷസന്മാർ, അവരുടെ കയ്യിലുള്ള തങ്കവിളക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുമെന്നൊക്കെ പറയാണ്. കനകദീപങ്ങളുടെയും രാവണൻ്റെയൊക്കെ ആഭരണങ്ങളുടെയൊക്കെ തേജസ് കൊണ്ട് അവിടമെല്ലാം തീ കത്തുകയാണെന്ന് പോലും ഹനുമാൻ ചിന്തിച്ചു എന്നർത്ഥം. അത്രയും പ്രകാശവും അനുഭവപ്പെട്ടു ഹനുമാന്. 1000 തരുണീമണികൾ നാനാവിധത്തിലുള്ള വേഷം ധരിച്ചുകൊണ്ട്, വിചിത്രമായ മാലകളൊക്കെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടും അവിടെ ആ അതുല്യങ്ങളായിട്ടുള്ള വിരികളിലൊക്കെ കിടന്നിരുന്നു എന്ന് പറയാണ്. സുന്ദരികളായ സ്ത്രീകളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അവരെല്ലാം ആസ്വദിച്ചുകൊണ്ട് മധു പാന ക്രീഡാദികളാൽ വിവശരായി പാതിരാവ് കഴിഞ്ഞ് ഗാഠനിദ്രയിൽപ്പെട്ടിരിക്കുകയാണ് അവർ. ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. പ്രകാശമായി എങ്കിലും അവരൊന്നും എഴുന്നേറ്റില്ല. തലേ ദിവസം രാത്രിയിലെ മധുപാനത്തിന് ശേഷമുണ്ടായ ആലസ്യത്തിൽ ആ മധുപാന ക്രീഡാദികളിൽ വിവശരായിട്ട് അവർ അങ്ങനെ ഗാഠനിദ്രയെ അവലംബിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ആ രമണമംഗമാർ താങ്കൾ ഉടുത്തിരിക്കുന്ന ആഭരണങ്ങളെയൊക്കെ ക്ഷണക്ഷണ നാദം എല്ലാം അവസാനിച്ച് സുഖസുഷുപ്തിയിലാണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. നിശബ്ദരായിട്ട് അവരങ്ങനെ വിശ്രമിക്കുന്നു. രാത്രിയിൽ വിശ്രമിക്കുന്ന അരയന്യങ്ങളെപ്പോലെ, വണ്ടുകളെപ്പോലെ അങ്ങനെ അവരെ കണ്ടാൽ അങ്ങനെ തോന്നും എന്നൊക്കെ പറയാണ്. പുഞ്ചിരി പൊഴിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണുന്ന ദന്തനിരകളൊക്കെ കാണിച്ചുകൊണ്ട്, കണ്ണടച്ചുകൊണ്ട് താമരയുടെ തൂമണമേന്തുന്ന വചനങ്ങളോടുകൂടിയ പെൺമണികളെ ഹനുമാൻ കണ്ടു എന്നെല്ലാം പറയുന്നു. പുനഃസമൃദ്ധപത്രാണി രാത്രാവിവ ബഭൂസ്തദാം ഇമാനി മുഖപത്മാനി നിയതം മത്തഷഡ്പദാം. ചിരിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പല്ലുകളെല്ലാം പുറത്ത് കാണുമ്പോൾ നല്ല പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വചനങ്ങളോട് കൂടിയ പെൺമണികളാണ് മാരുതി കണ്ടത്, ഹനുമാൻ കണ്ടത്. രാത്രിയിൽ അല്പം കൂമ്പി പ്രകാശം കുറഞ്ഞു നിൽക്കുന്ന പോലെയുള്ള മുഖപത്മങ്ങളോടുകൂടിയ സുന്ദരികൾ. ആ വദന വാരിജങ്ങളെ തീർച്ചയായും മതമാർന്ന വണ്ടുകളെ വികസിച്ച് നിൽക്കുന്ന താമരപ്പൂക്കളെപ്പോലെ വീണ്ടും വീണ്ടും കൊതിക്കുമെന്ന് മഹാനായിട്ടുള്ള മാരുതി വിചാരിക്കുകയാണ്. ഈ സുന്ദരിമണികളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ഇനിയും ധാരാളം പേര് ആ ഭംഗിയിൽ ആസ്വദിച്ചു വരും എന്നെല്ലാം മാരുതി വിചാരിച്ചു എന്നാണ്. അത്രയും ഗുണങ്ങളെക്കൊണ്ട് നിറഞ്ഞവരാണ് അവർ. ഗുണങ്ങളെക്കൊണ്ട് നിറഞ്ഞ കാമിനികളുടെ മുഖങ്ങൾ. ശരത്കാല രാത്രിയിലെ തെളിഞ്ഞ വാനിടത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ ആ ശ്രീരത്നങ്ങളാൽ ശാലയാകെ തെളിഞ്ഞ് പ്രശോഭിച്ചിരിക്കുന്നു. സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് ആ ശാല വളരെയധികം ആകർഷണീയമായിരുന്നു എന്നൊക്കെ തോന്നിയെന്നാണ്. മേനേഹി ഗുണദസ്ഥാനി സമാനി സലിലോത്ഭവൈ സാ തസ്യ ശിശുഭേശാല താഭി സ്ത്രീഭർ വിരാജിതാം. ശ്രീരത്നങ്ങളാൽ ആ ശാലയാകെ തെളിഞ്ഞ് പ്രശോഭിച്ചിരുന്നു. അതിൽ അസുരചക്രവർത്തിയായിട്ട് രാവണൻ താരങ്ങളുടെ മധ്യത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ പൂർണ്ണചന്ദ്രൻ വിരാജിക്കുന്ന പോലെ നാരീ സുന്ദരികളുടെ നടുവിൽ അങ്ങനെ വിളങ്ങി എന്നെല്ലാം വർണ്ണിക്കുകയാണ്. പുണ്യം അവസാനിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് താഴെ വീണ നക്ഷത്രങ്ങളെല്ലാം
ഒന്നിച്ചു ചേർന്നവരാണ് ഇവരെന്ന് വായു തന്നെയും വിചാരിച്ചു എന്നൊക്കെ പറയുന്നത്. എല്ലാ നക്ഷത്രങ്ങളും കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശവും സൗന്ദര്യവും എല്ലാം നിറഞ്ഞതാണ് ഈ സ്ത്രീകൾ എന്ന് ഹനുമാന് തോന്നിയതാണ്. അങ്ങനെ സ്ത്രീത്വമുള്ള താരകളുടെ, നക്ഷത്രങ്ങളുടെ നിറവും ചെളിവും ശ്രീയൊക്കെ അത്രമാത്രം വ്യക്തമായി തെളിഞ്ഞിരുന്നു ആ സുന്ദരികളുടെ മുഖത്ത്. അവരെ തലേദിവസം രാത്രി പാനവും മദ്യം സേവിച്ച് ക്രീഡാദികൾ ചെയ്യുമ്പോൾ ഊർന്നു വീണതായിട്ടുള്ള ആ മാലകളും ചിന്നിച്ചിതറിയ ആഭരണങ്ങളുമായിട്ടൊക്കെ അങ്ങനെ ബോധമില്ലാതെ ഉറങ്ങിക്കിടക്കുകയാണ് ഇവർ. പ്രഭാവർണ്ണപ്രസാദാശ വിരേജുസ്തത്ര യോഷിതാം വ്യാവൃത്ത കചപീനസ്രക് പ്രകീർണവരഭൂഷണ. രാത്രി പാനം ക്രീഡകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഊർന്നു വീണതായിട്ടുള്ള മാലകൾ, ചിന്നിച്ചിതറിയ ആഭരണങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്ന സ്ത്രീകൾ. ചിലരുടെയൊക്കെ പൊട്ടുകളൊക്കെ തേഞ്ഞും മാഞ്ഞും പോയിരിക്കുന്നു. ചിലരുടെ പാദാഭരണങ്ങളെല്ലാം ഊർന്നു വീണിരിക്കുന്നു. ചില പെൺമണികൾ കുഴഞ്ഞു വീണ് ബോധമറ്റ് കിടക്കുന്നു. ചിലരുടെ മുത്തുമാലകളൊക്കെ പൊട്ടിച്ചിതറി പോയിരിക്കുന്നു. ചിലരുടെ ചേലയെല്ലാം അഴിഞ്ഞു പോയിരിക്കുന്നു. രാത്രിയുടെ അവരുടെ മദാലസമായ കളികളിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ്, അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. പെൺകുതിരകളെപ്പോലെ നിലത്ത് കിടന്ന് ഉരുണ്ട ചിലരുടെ അരഞ്ഞാണങ്ങളൊക്കെ മുറിഞ്ഞു പോയിരുന്നു എന്ന് പറയാണ്. ചിലരുടെ കർണാഭരണങ്ങൾ കാണുന്നില്ല. മാലകളെല്ലാം പൊട്ടിച്ചവരാണ് മറ്റു ചിലർ. ഇങ്ങനെ അവശരായിട്ടുള്ള സ്ത്രീകൾ കൊടുങ്കാട്ടിലെ കൊമ്പനാനം മതിച്ചിട്ട് വള്ളിച്ചെടികളെയൊക്കെ താറുമാറാക്കി കിടക്കുന്ന പോലെ ഈ സ്ത്രീകൾ അങ്ങനെ ആലസ്യരായിട്ട് ഉറക്കച്ചടവിൽ ആ ശാലക്കുള്ളിൽ അവിടെയും ഇവിടെയും ആയിട്ട് കിടന്നിരുന്നു എന്നൊക്കെ പറയാണ്. അതിൽ ചില തരുണികൾ നഗ്നമായിട്ടുള്ള തൻ്റെ കൊങ്കത്തടങ്ങളിൽ സൂര്യചന്ദ്രശോഭയാർന്ന വൻ മുത്തുമാലകൾ അവരുടെ കൊങ്കത്തടങ്ങളിൽ കിടന്നിരുന്ന മുത്തുമാലകൾ സുഷുപ്തിയിലാണ്ട രാജഹംസങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങി എന്നൊക്കെ വർണ്ണിക്കുകയാണ്. ഹംസ ഇവ ബഭൂസുപ്താം സ്തനമധ്യേഷു യോഷിതാം അപരാസാം ച വൈഡൂര്യ കാദംബ ഇവ പക്ഷിണ. ചിലരുടെ വക്ഷസ്ഥലങ്ങളിൽ, നഗ്നമായിട്ട് വക്ഷസ്ഥലങ്ങളിൽ വൈഡൂര്യരത്നങ്ങൾ കിടക്കുന്നത് കണ്ടാൽ പുഷ്പിച്ച കടമ്പ് വൃക്ഷമാണെന്ന് തോന്നുന്നതാണ്. പൊന്നിൻ നൂലുകളെല്ലാം ചാർത്തിയിട്ടുള്ള ചിലർ കിടക്കുന്നത് കണ്ടാൽ ചക്രവാക പക്ഷികൾ കിടക്കുകയാണെന്ന് തോന്നുന്നത്രേ. അങ്ങനെയുള്ള ഓരോരോ ഉപമകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മണൽത്തട്ടിന് തുല്യമായിട്ടുള്ള ജഘനസ്ഥലം, അരയന്യങ്ങൾ, നീർക്കോഴികൾ, ചക്രവാകങ്ങൾ എന്നീ പക്ഷി വൃന്ദങ്ങളെപ്പോലെയുള്ള ആഭരണജാലങ്ങളോടുകൂടിയ മംഗമാർ, സ്ത്രീകൾ സ്വച്ഛന്തമായിട്ടുള്ള നദികൾ പോലെ വിളങ്ങി എന്ന് പറയണം. സ്വച്ഛന്തമായ നദികൾ ഒഴുകുന്ന പോലെ മനോഹരികളായിരുന്നവരും കനക ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നല്ല ചേലകളാകുന്ന തീരങ്ങളിൽ കിങ്കിണികളാകുന്ന മുട്ടുകൾ, അവിടെ മുതലകൾ ഉറങ്ങിക്കിടക്കുന്ന പോലെ ആ ഭാമിനികൾ, ആ സ്ത്രീകൾ അങ്ങനെ പ്രശോഭിച്ചു എന്നൊക്കെ പറയാണ്. എപ്രകാരമാണോ നല്ല ചേലകളാകുന്ന തീരങ്ങളിൽ മുതലകൾ വിശ്രമിക്കുന്നത്, ശൃംഗാരഭാവമാകുന്ന മുതലകൾ ഉറങ്ങിക്കിടക്കുന്ന ആ സ്ത്രീകളെ അങ്ങനെ തോന്നും എന്നൊക്കെ ആലങ്കാരികമായിട്ട് വർണ്ണിക്കുകയാണ് ഇവിടെ. സുകുമാരാംഗികളായിട്ടുള്ള ചിലരുടെ ദേഹത്തിലും സ്ഥലങ്ങളിലൊക്കെ പണ്ടങ്ങളുടെ പാടുകൾ പതിഞ്ഞിട്ടുള്ളത് ആഭരണം പോലെ തന്നെ കാണാമെന്ന് പറയാം. ആഭരണം കിടക്കുന്ന പോലെ തന്നെ കാണാം. ചില സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, പൂവും തൂകിലുകളൊക്കെ മുഖത്തിൽ മീതെ കിടക്കുന്നതായിട്ട് കാണാം. ശ്വാസോച്ഛ്വാസങ്ങളാൽ വീണ്ടും വീണ്ടും പാറിക്കളിക്കുന്ന ആയിട്ട് കാണാം ആ വസ്ത്രങ്ങൾ. വർണ്ണഭംഗിയാർന്ന കൊടിക്കൂറകൾ
ഭക്തിമാരുടെ മുഖത്തിൽ നിന്ന് കാറ്റിലാടുന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയത്. സുന്ദരീരത്നങ്ങളിൽ ചിലരുടെ കാതിലോലകൾ ശ്വാസവായു തട്ടി പതുക്കെ പതുക്കെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം വളരെ കവിത്വപരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു ആ സുന്ദരികളുടെ ഭംഗി, രൂപഭംഗി. നാനാവർണ സുവർണാനാം വക്ത്രമൂലേഷു രേജിരേ വവൽഗുശ്ചാത്ര കാസാംസിൽ കുണ്ടലാനി ശുഭാർച്ചിഷാം. സുന്ദരീരത്നങ്ങളുടെ കാതിലുള്ള ആഭരണങ്ങൾ ശ്വാസവായു തട്ടിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാം എന്നൊക്കെ വർണ്ണിക്കുകയാണ്. ഉത്തമരായിട്ടുള്ള സ്ത്രീരത്നങ്ങളാണ് രാവണൻ്റെ പത്നിമാരായിട്ട് അവിടെ കണ്ടത്. സ്വതവേ സൗരഭം ഉള്ള, സൗന്ദര്യമുള്ള, നല്ല പുണ്യഗന്ധമുള്ള ശ്വാസമാണത്രേ അവർക്കുള്ളത്. പലതരത്തിലുള്ള മധുക്കളും ആസവങ്ങളൊക്കെ പാനം ചെയ്തുകൊണ്ട് അവരുടെ ശ്വാസോച്ഛ്വാസത്തിന് പ്രത്യേക ഒരു ഗന്ധം, അത് രാവണനെ വളരെയധികം സുഖം പകർന്നു കൊടുത്തിരുന്നു. അസുരേന്ദ്രവദനം രാവണൻ്റെ മുഖമാണെന്ന് വിചാരിച്ച ചില പത്നിമാർ ഉറക്കത്തിൽ ചുംബിച്ചത് സപത്നികളുടെ കപോലങ്ങളിലായിരുന്നു എന്ന് പറയാണ്. സ്വന്തം സപത്നികളായിട്ടുള്ള സ്ത്രീകളുടെ മുഖത്ത് തന്നെയാണ് അത്ര രാവണനാണെന്ന് വിചാരിച്ചുകൊണ്ട് ചുംബിച്ചത്. അവരുടെ സ്നേഹമുണ്ടല്ലോ, രാവണനോടുള്ള സ്നേഹം, ഓരോ സ്ത്രീകളുടെയും രാവണനോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നാണ് കവി പറയുന്നത് ഇവിടെ. അതുകൊണ്ട് ഉറക്കത്തിൽ കൂടി അവർ ഈ സപത്നികളെ വേണ്ട വിധത്തിലെ ഉപചാരങ്ങളോടുകൂടി സ്വീകരിച്ചു. അവർ വളരെ ക്ഷീണിക്കപ്പെട്ട ശരീരങ്ങളോട് കൂടി ആയിട്ട് പോലും പരസ്പരം അവർ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയാണ്. ഉറക്കത്തിൽ കൂടെ അവർ സപത്നിമാരെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവർ പട്ടുവസ്ത്രങ്ങളും വളകളണിഞ്ഞ കൈത്തണ്ടുകളും കൈയൊക്കെ സപത്നികളുടെ ദേഹത്തിൽ വെച്ചിട്ടാണ് പലരും കിടക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ടും സ്നേഹചുംബനങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടൊക്കെയാണ് അത്രേ കിടന്നിരുന്നത്. ഇതൊക്കെ രാവണനോടുള്ള സ്നേഹത്തെ കാണിക്കുകയാണെന്ന് പറയാണ്. അംശുകാനിച്ച രമ്യാണി പ്രമദാസ്തത്ര ശിശ്വിരേ അന്യ വക്ഷസി ചാന്യസ്യ തസ്യ കാശിൽ പുനർഭുജം. കൈകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ടും വസ്ത്രങ്ങളെ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി വെച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ കൈകളെല്ലാം മറ്റുള്ളവരുടെ ദേഹത്തിൽ വെച്ചിട്ട് കൊണ്ടൊക്കെ കിടന്ന് ഉറങ്ങിയിരുന്നു ആ സ്ത്രീകൾ. ഒരു സ്ത്രീ മറ്റൊരുവളുടെ മാറിൽ കയറി കിടക്കുന്നത് കാണാം. അവളുടെ കൈകളിൽ വേറൊരു സ്ത്രീ കിടക്കുന്നത് കാണാം. ഒരു തരുണി മറ്റൊരു യുവതിയുടെ മടിയിൽ കിടക്കുന്നത് കാണാം. അവളുടെ സ്ഥലങ്ങളിൽ വേറെ സ്ത്രീ കിടക്കുന്നത് കാണാം. ഇങ്ങനെ പല വിധത്തിലും അരക്കെട്ടിലും പാർശ്വഭാഗങ്ങളിലും ഊരുക്കളിലും പരസ്പരം ചേർന്ന് മതസ്നേഹവിവശരായി ഗാഠനിദ്രയിലാണ് ഓരോരുത്തരും കിടന്നുറങ്ങിയിരുന്നത് എന്നൊക്കെ വർണ്ണിക്കുകയാണ്. വണ്ടിൻ ചാർത്തോടു കൂടിയിട്ടുള്ള പൂമാല പോലെ തമ്മിൽ കൈ ചരടാൽ കോർത്തുകൊണ്ട് ഒരു പെൺമണിമാല പോലെ പ്രശോഭിച്ചു അവിടെ ആ ശാലയിൽ. പരസ്പരം കെട്ടിപ്പിണഞ്ഞൊരു മാല പോലെ ആണത്രേ ആ മോഹനാംഗികൾ അന്യോന്യം ബന്ധിച്ച് കിടന്നിരുന്നത്. മനോഹരങ്ങളായിട്ടുള്ള ചുമലുകളിൽ പറ്റിച്ചേർന്നുകൊണ്ടും കാറ്റിൽ ചാഞ്ചാടുന്ന പോലെ രാവണവധുക്കൾ അങ്ങനെ തിളങ്ങി എന്നൊക്കെ പറയാണ്. എല്ലാവരും കുട്ടിക്കിടന്നുകൊണ്ട് അങ്ങനെ കിടന്നിരുന്ന കാഴ്ചയാണ് ഹനുമാൻ കണ്ടത്. അന്യോന്യം ആലാഗ്രഥിതം സംസക്ത കുസുമോച്ചയം വ്യതിവേഷ്ടിത സുസ്കന്ധം അന്യോന്യ ഭ്രമരാകുലം. ആ നാരീമണികളുടെ വസ്ത്രഭൂഷണം മാല്യാദികളൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് പറയാം. എല്ലാം കൂട്ടിക്കലർന്നുകൊണ്ട് അങ്ങനെ കിടന്നിരുന്നു. നിദ്രാദേവിയുടെ അംഗത്തിൽ രാവണൻ വിശ്രമിക്കുമ്പോൾ ആ സുന്ദര വധുക്കളുടെ കത്തുന്ന കനകവിളക്കുകൾ നിർനിമേഷരായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. കനകവിളക്കുകൾ അവരെ ആ സുന്ദരശ്രീ വധുക്കളെ നിർനിമേഷരായിട്ട് നോക്കി നിൽക്കുന്നു. രാത്രി സമയത്ത് രാജർഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ അവരുടെയൊക്കെ
കുമാരിമാരിൽ പലരും ദശാസ്യൻ രാവണനിൽ കാമമാർന്നവരാണ്. എല്ലാവർക്കും രാവണനെ വലിയ ബഹുമാനവും സ്നേഹമൊക്കെയാണെന്ന് പറയുകയാണ്. ജ്വലന്ത കാഞ്ചനാദ്വീപാം പ്രേക്ഷന്താ നിമിഷ ഇവാം രാജർഷി പിതൃദൈത്യാനാം ഗന്ധർവാണാം സുയോഷിത. ഗന്ധർവന്മാരുടെയും രാജർഷിമാരുടെയും പിതൃക്കളുടെയും ഒക്കെ സ്ത്രീകൾ രാവണനിൽ വളരെയധികം താല്പര്യമുള്ളവരായിരുന്നു, കാമമാർന്നവരായിരുന്നു. പലരെയും യുദ്ധങ്ങളിൽ വിജയിച്ച് രാവണൻ കൊണ്ടുവന്നതാണ്. വിജയശ്രീലാളിതനായിട്ട് രാവണൻ കൊണ്ടുവന്നവരാണ് പലരും. അവർ പലരും ഇവിടെ വന്നതിന് ശേഷം കാമത്താൽ മതിമറന്ന് അങ്ങനെ രാവണനായിട്ട് ഒട്ടിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നർത്ഥം. സ്വയം വന്നവരുണ്ട് ആ കൂട്ടത്തിൽ എന്ന് പറയുന്നു. രാവണൻ്റെ സൗന്ദര്യം മോഹിച്ചുകൊണ്ടും രാവണഗൃഹത്തിലുള്ള ജീവിത സുഖം അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും ഒക്കെ സ്വയം വന്നവരായിട്ടുള്ള സ്ത്രീകളും അതിനകത്തുണ്ട് എന്നെല്ലാം വർണ്ണിക്കുന്നു. ആ സ്ത്രീകളിൽ ഒരുത്തിയെപ്പോലും സ്വന്തം ബലത്താൽ രാവണൻ കീഴടക്കി കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാണ്. വ്യക്തിപരമായിട്ട് ആരെയും കീഴടക്കി കൊണ്ടുവന്നിട്ടില്ല. പൊതുവെ രാവണൻ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം രാവണൻ്റെ കൂടെ പോകുന്നവരാണ്. പലരും രാവണൻ കൊണ്ടുവന്നവരാണ്, പലരും രാവണൻ്റെ കൂടെ പോകുന്നവരാണ്. ആ സ്ത്രീകൾക്ക് രാവണനോട് വളരെ സ്നേഹമാണ്. അന്യനെ സ്നേഹിക്കുന്ന ഒരുവളും അതിലില്ല എന്ന് പറയാണ്. ആകെ രാവണൻ ചെയ്തിരിക്കുന്നത് സീതാദേവിയുമാണ്. അന്യ പുരുഷൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവരുന്നത് ഈ സീതാദേവിയെ മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അല്ലാതെ അതുപോലെ വേറെ ആരെയും രാവണൻ അപഹരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അനന്യ ഗുണപൂർണയായിട്ടുള്ള മിഥില രാജകുമാരിയെ അല്ലാതെ മറ്റൊരുവളെയും അപഹരിച്ചു കൊണ്ടുവരേണ്ടെന്ന സന്ദർഭം രാവണന് ഉണ്ടായിട്ടില്ല എന്നെല്ലാം ഇവിടെ വർണ്ണിക്കുന്നു. തത്ര കാശിൽ പ്രമദാപ്രസഹ്യ വീര്യോപമന്നേന ഗുണേന ലബ്ധ ന ചാന്യകാമാപി ന ചാന്യപൂർവ വിനാവിരാർഹ ജനകാത്മജാം താം. ജനകാത്മജയെപ്പോലെ മിഥില രാജകുമാരിയായിട്ടുള്ള സീതാദേവിയെ മാത്രമേ ഇതിങ്ങനെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. രാവണൻ വേറൊരു പുരുഷൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലാതെ തന്നെ സ്നേഹിക്കാത്ത ഒരുവളെയും രാവണൻ തൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. എല്ലാവരും രാവണനെ സ്നേഹിക്കുന്നവരാണ്. അന്യനെ സ്നേഹിക്കുന്ന ഒരുവളും ആ കൂട്ടത്തിലില്ല എന്ന് പറയുകയാണ്. സീതാദേവിയെ മാത്രമേ അനുവാദം കൂടാതെ രാവണൻ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഉത്തമ വംശത്തിൽ ജനിച്ച സ്ത്രീകളാണ് അവിടെയുള്ള രാവണൻ്റെ കൂട്ടത്തിലുള്ളത്. അല്ലാത്തവരാരുമില്ല എന്ന് പറയാം. സൗന്ദര്യത്തിന് കുറവുള്ള സ്ത്രീകൾ അതിലില്ല. എല്ലാവരും സുന്ദരികളാണ്. സ്നേഹപൂർണ്ണ ഹൃദയം ഉള്ളവരാണ് എല്ലാവരും. സൽസ്വഭാവികളാണ്. ഉപചാരാദികൾ ചെയ്യാൻ കഴിയാത്തവരാരുമില്ല. നിസ്സാരമായിട്ടുള്ള ഭർത്തൃസ്നേഹത്തിന് അനർഹരായിട്ട് ആരും അതിലില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടപ്പോൾ നിർമ്മല ഹൃദയനായിട്ടുള്ള മഹാബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ ചിന്തിക്കുകയാണ്, ഈ അസുരേന്ദ്ര പത്നിമാരെ പോലെ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയും ഭർത്തൃസമീപത്തിൽ നിന്ന് സന്തോഷിക്കുവാൻ സാധ്യതയുമുള്ള സീതാദേവിയെ രാവണൻ അതിനുവേണ്ടി അനുവദിച്ചില്ലല്ലോ. അങ്ങനെ അനുവദിച്ചിരുന്നുവെങ്കിൽ, ശ്രീരാമപത്നിയായിട്ട് തുടരാൻ സീതാദേവി അനുവദിച്ചിരുന്നുവെങ്കിൽ ഇവൻ്റെ ജന്മം സഫലമാകുമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല രാവണൻ എന്ന് പറയാണ്. ബഭൂവ ബുദ്ധിസ്തു ഹരീശ്വരസ്യ യദീദൃശീ രാഘവധർമ്മപത്നി ഇമായഥ രാക്ഷസരാജഭാര്യ സുജാതമസ്യേതി ഹി സാധുബുദ്ധേ. ഈ രാവണൻ്റെ പത്നിമാരെ പോലെ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയും തൻ്റെ ഭർത്താവിൻ്റെ സമീപത്തിലിരുന്ന് സന്തോഷിക്കുവാൻ രാവണൻ സംഗതി വരുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രാവണൻ്റെ ജന്മം സഫലമാകുമായിരുന്നു എന്ന്
ഹനുമാൻ ചിന്തിച്ചു. ഹനുമാൻ്റെ മനസ്സിൽ വല്ലാതെ ദുഃഖം നിറഞ്ഞു വന്നു എന്ന് പറയാണ്. സീതാദേവിയെ കാണാൻ സാധിച്ചില്ല. മാത്രമല്ല സീതാദേവിയുടെ അനുഭവം ഈ രാമപത്നിയായിരുന്നിട്ട് രാവണൻ്റെ കൂടെ രാവണൻ്റെ ആലയത്തിൽ വന്ന് താമസിക്കേണ്ടതായിട്ട് വന്നില്ലേ. അതുകൊണ്ട് സീതാദേവിക്ക് ദുഃഖമുണ്ടാകും. അതോർത്ത് ഹനുമാൻ്റെ ഹൃദയം വല്ലാതെ വിഷമിച്ചു. ഹനുമാൻ സ്വയം മന്ത്രിച്ചു എന്ന് പറയാണ്. ഈ കാണുന്ന എല്ലാ സ്ത്രീകളെക്കാൾ അമൂല്യരത്നമാണ് സീതാദേവി. അതിയശസ്വിയായിട്ടുള്ള ലങ്കേശ്വരൻ രാവണൻ ആലോചിക്കാതെ ചെയ്ത നീചകർമ്മമായി തീരുവാൻ അതാണ് കാരണം. ഇങ്ങനെ ഒരു കർമ്മം രാവണൻ ചെയ്യരുതായിരുന്നു, ആലോചിക്കാതെ ചെയ്തതാണ് രാവണൻ എന്ന് ചിന്തിക്കുകയാണ് ഹനുമാൻ. തൻ്റെ പാപത്തിനെല്ലാം കാരണം ഈ സീതയെ അപഹരിച്ചുകൊണ്ടാണ് എന്ന് അവിടെ ഓർമ്മിക്കുന്നു. പുനശ്ച സ്വചിന്തയഥാർത്ഥരൂപോ ധ്രുവം വിശിഷ്ട ഗുണതോ ഹി സീതാം അഥായമസ്യാം കൃതവാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യകർമ്മ. ലങ്കേശ്വരൻ ചെയ്തത് ഒരു അനാര്യകർമ്മമാണ്, ശ്രേഷ്ഠന്മാർ ചെയ്യാത്ത ഒരു കർമ്മമാണ് രാവണൻ ചെയ്തത്. അതിൻ്റെ പാപമാണ് രാവണൻ അനുഭവിക്കാനായിട്ട് പോകുന്നത്. ആലോചിക്കാതെ ചെയ്ത നീചകർമ്മമായി തീർന്നു ഈ സീതാപഹരണം എന്ന് വീണ്ടും വീണ്ടും അനുസ്മരിക്കുകയാണ് ഹനുമാൻ. അങ്ങനെയാണ് ആ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും അന്തപുരത്തിൽ അന്വേഷിച്ച് നടന്നു ഹനുമാൻ. അവിടെ മതാലസുകളായിട്ടുള്ള ധാരാളം സുന്ദരികൾ, ഇപ്പോൾ വർണ്ണിച്ച പോലെ തന്നെ ഇനിയും ധാരാളം സ്ത്രീകൾ മതമത്തരായിട്ട് കിടന്ന് ഉറങ്ങുന്നതൊക്കെ കണ്ടു എന്നാണ്. ആ കൂട്ടത്തിൽ ഒരു സുവർണ പര്യങ്കത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കട്ടിലിൽ ശയിക്കുന്ന രാവണനെയും മണ്ഡോദരിയെയും കണ്ടു എന്ന് പറയുകയാണ്. രാവണ ദർശനം വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായം. രാവണനും മണ്ഡോദരിയും കൂടി അവിടെ കിടക്കുന്നു. മണ്ഡോദരിയുടെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഹനുമാൻ എന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് സീതാദേവി എന്ന് ആദ്യം മാരുതി വിചാരിച്ചു എന്നാണ്. സീതാദേവിയെപ്പോലെ സൗന്ദര്യവതിയായിട്ടുള്ള മണ്ഡോദരി, ആ മണ്ഡോദരിയും കിടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ രാവണ ദർശനം സാധിച്ചു ഹനുമാന്. പക്ഷേ അവിടെ സീതാദേവിയെ കാണാൻ സാധിച്ചില്ല എന്നും കൂടി അവിടെ സ്മരിക്കുന്നു. എത്ര അന്വേഷിച്ചിട്ടും സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ഹനുമാന്. ആ കാഴ്ചകളും രാവണനും മണ്ഡോദരിയും ദർശിക്കുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ. 10ാമത്തെ സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് അത്തരം ഭാഗങ്ങൾ വർണ്ണിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ